നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. 6 മാസത്തിനിടയിൽ കേരളത്തിൽ ഇനി 3 ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കും. പാലക്കാട്, ചേലക്കര നിയോജക മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ്, വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. ചേലക്കരയിലെയും വയനാട്ടിലെയും ഉപതെരഞ്ഞെടുപ്പ് മാറ്റിവെക്കാം. നമുക്ക് കുറച്ചു നേരം പാലക്കാടിനെ കുറിച്ച് പറയാം. അവസാനത്തെ വാർത്തകൾ പ്രകാരം പാലക്കാട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായ രാഹുൽ മാങ്കൂട്ടത്തിലായിരിക്കും UDF സ്ഥാനാർത്ഥി. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിലാണ് UDF സ്ഥാനാർത്ഥിയായിട്ട് പാലക്കാട് വരുന്നതെങ്കിൽ അത് ഷാഫിയുടെ കുബുദ്ധി എന്നേ ഞാൻ പറയൂ. എന്താണെന്നല്ലേ, ഈ വീഡിയോ മുഴുവൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പാലക്കാട്ടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് UDFന് എന്ത് വില നൽകേണ്ടി വരും? നമുക്ക് പരിശോധിക്കാം. എന്റെ പേര് ശരത്ത്. ഏവർക്കും ന്യൂസ് കാസ്റ്റിലേക്ക് സ്വാഗതം. പാലക്കാടിനെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ ചരിത്രം പറയാതെ പോകാൻ പറ്റില്ല. ഒരുപാട് ചരിത്രമൊന്നും വേണ്ട. 2011 KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് ഷാഫി പറമ്പിൽ മത്സരിക്കാൻ വന്നതിന് ശേഷമുള്ള ചരിത്രം. 2011 ഷാഫിയെ സംബന്ധിച്ച് 2 ഓപ്ഷനായിരുന്നു ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒന്നുകിൽ മലമ്പുഴ മത്സരിക്കുക, അല്ലെങ്കിൽ പാലക്കാട് മത്സരിക്കുക. പാലക്കാട് KK ദിവാകരനാണ്, CPMന്റെ MLA ആണ്. മലമ്പുഴയിലെ VS അച്യുതാനന്ദനാണ്. ഷാഫി പാലക്കാട് തിരഞ്ഞെടുക്കുന്നു, പാലക്കാട് മത്സരിക്കുന്നു. പാലക്കാട് മത്സരിച്ചിട്ട് KK ദിവാകരൻ പരാജയപ്പെടുകയാണ്. ഷാഫിയുടെ വിജയം എല്ലാവരും ഒന്നും പ്രതീക്ഷിച്ചതല്ല. ഒരു നല്ല ഫൈറ്റ് കൊടുക്കും എന്ന് മാത്രമായിരുന്നു ആളുകൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ KK ദിവാകരൻ പരാജയപ്പെട്ടു, ഷാഫി പറമ്പിൽ വിജയിച്ചു. 2011 UDF തരംഗം ആഞ്ഞടിച്ചൊരു തെരഞ്ഞെടുപ്പൊന്നും ആയിരുന്നില്ല. എന്നാൽ UDFന്റെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാരാണ് അധികാരത്തിൽ വന്നത്. 2011 വിജയം 2016 ഷാഫി ആവർത്തിക്കുന്നുണ്ട്. 2016 തെരഞ്ഞെടുപ്പിന് വേറൊരു പ്രത്യേകതയുണ്ട്. 2016 CPMന്റെ ജില്ലയിലെ തന്നെ കരുത്തനായ ഒരു സ്ഥാനാർത്ഥി NN കൃഷ്ണദാസിനെ, മുൻ MP കൂടിയായ CPIMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായ NN കൃഷ്ണദാസിനെ മത്സരിപ്പിക്കുന്നു. അതല്ല ഈ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകത. ആ തെരഞ്ഞെടുപ്പിലാണ് BJP പാലക്കാട് നിയോജക മണ്ഡലത്തിലെ 2ാം സ്ഥാനത്തെത്തുന്നത്. 2016 കാര്യം കഴിഞ്ഞു. 2021 നമുക്ക് എല്ലാവർക്കും അറിയാം. 2021 പാലക്കാട് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് തീപാറുന്ന മത്സരമായിരുന്നു. അതായത് BJPക്ക് വേണ്ടിയിട്ട് ശ്രീധരൻ മത്സരരംഗത്തിറങ്ങുന്നു, ഷാഫി പറമ്പിൽ മത്സരിക്കുന്നു, CPIM അഡ്വക്കേറ്റ് CP പ്രമോദനെ മത്സരിപ്പിക്കുന്നു. ഒരു ഘട്ടത്തിൽ എല്ലാവരും പറഞ്ഞു ഒരുപക്ഷെ ശ്രീധരൻ വിജയിച്ചേക്കാം എന്ന്. അത്തരത്തിലുള്ള പല രീതിയിലുള്ള പ്രചരണങ്ങൾ നടന്നിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു വോട്ടെണ്ണുന്നതിന്റെ ആദ്യ ഘട്ടം തൊട്ട് ഒരു ഘട്ടം വരെ ഇത്തരത്തിലുള്ള മുമ്പ് നടന്ന പ്രചരണങ്ങളെല്ലാം ശരിയാണോ എന്ന് തോന്നിക്കുന്ന വിധത്തിലായിരുന്നു കാര്യങ്ങൾ. ശ്രീധരന്റെ ലീഡ് 7000 വോട്ട് വരെ വരികയാണ്. അതായത് പാലക്കാട് മുനിസിപ്പാലിറ്റി എണ്ണി പിരായിരി പഞ്ചായത്ത് എണ്ണി തുടങ്ങുമ്പോഴും ശ്രീധരന്റെ വോട്ട് ലീഡ് എന്ന് പറയുന്നത് 7000 വോട്ടിലേക്ക് എത്തി നിൽക്കുകയാണ്. പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ അത് പ്രതീക്ഷിച്ചതാണ്. കാരണം കഴിഞ്ഞ 2 ടേമായിട്ട് പാലക്കാട് മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് BJP ആണ്. BJPക്ക് കൃത്യമായി വളർച്ചയുള്ള സ്വാധീനമുള്ള സ്ഥലമാണ്. സ്വാഭാവികമായിട്ടും BJP ആ ഒരു നേട്ടം ഉണ്ടാക്കിയേക്കാം. മെട്രോമാൻ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ശ്രീധരനെ പോലൊരു സ്ഥാനാർത്ഥി വരുമ്പോൾ സ്വാഭാവികമായിട്ടും കിട്ടുന്ന കുറച്ച് പൊതു വോട്ടുകൾ കൂടി ചേർന്ന് ആ സ്വാധീനം അല്ലെങ്കിൽ ആ നേട്ടം ഉണ്ടാക്കിയേക്കാം എന്ന് എല്ലാവരും കരുതിയിരുന്നു. എന്നാൽ പിരായിരി പഞ്ചായത്ത് എത്തിയപ്പോൾ ചിത്രം മാറി. പിരായിരി പഞ്ചായത്ത് പൊതുവെ UDFന് മേൽക്കായുള്ള ഒരു പഞ്ചായത്താണ്. UDFന് മേൽക്കായുള്ള പഞ്ചായത്ത് എത്തുമ്പോഴും ശ്രീധരന്റെ ലീഡ് കുറയുന്നില്ല, അത് 7000ത്തിലേക്ക് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും ഷാഫി ക്യാമ്പ് പേടിച്ചുപോയി. പക്ഷെ അപ്പോഴും CPIM നേതൃത്വം പറയുന്ന, അല്ലെങ്കിൽ CPIMന്റെ ജില്ലയിലെ നേതാക്കളുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ഒരു രീതിയിലും പേടിക്കേണ്ട, പാലക്കാട് നിയോജക മണ്ഡലത്തിലെ BJP വിജയിക്കില്ല. എന്തായിരുന്നു ആ CPM നേതാക്കളുടെ കോൺഫിഡൻസിന്റെ കാരണം എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ തൊട്ടടുത്ത് എണ്ണിക്കഴിഞ്ഞ കണ്ണാടിയും മാത്തൂര് പഞ്ചായത്തുകളുടെ വോട്ട് എണ്ണിയപ്പോൾ ആ കോൺഫിഡൻസിന്റെ കാരണം എന്താണെന്ന് മനസ്സിലായി. കണ്ണാടിയും മാത്തൂരും CPMന് അത്യാവശ്യം വോട്ടുള്ളൊരു സ്ഥലമാണ്. അവിടെ നിന്ന് ഷാഫിക്ക് വോട്ട് കിട്ടി. സ്വാഭാവികമായിട്ടും ആദ്യഘട്ടത്തിൽ ശ്രീധരന്റെ ലീഡ് കുറയുന്നു, പിന്നീട് ഷാഫി ലീഡ് വരുന്നു, ഷാഫി ലീഡ് ഉയർത്തുന്നു, ആ ലീഡ് 3000ത്തിലേക്ക് എത്തുന്നു. 3000ത്തിന് മുകളിലാണ് ഷാഫിയുടെ ലീഡ് വരുന്നത്. വളരെ കൃത്യമാണ്. BJP ജയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്തൂര്, കണ്ണാടി പഞ്ചായത്തുകളിലെ വോട്ടുകൾ UDF സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പിൽ ചെയ്തിട്ടുണ്ട്. അതായത് കൃത്യം ക്രോസ് വോട്ടിംഗ് നടന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരു ക്രോസ് വോട്ടിങ്ങിന് ഇനി എത്ര സാധ്യതയുണ്ട്? രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥിയാവുമ്പോൾ എത്രത്തോളം സാധ്യതയുണ്ട് എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത് ഷാഫിയെ പോലൊരു വ്യക്തിത്വമേ അല്ല. തന്റെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ചില കാര്യങ്ങളൊക്കെ ചെയ്യുമെങ്കിൽ പോലും ഒരു പ്രതിപക്ഷ ബഹുമാനം എല്ലാ കാലത്തും എല്ലാവരുമായി പുലർത്തുന്ന ഒരു നേതാവാണ് ഷാഫി പറമ്പിൽ. അതുകൊണ്ടാണ് ഷാഫിക്ക് പലപ്പോഴും BJPയുടെ കോട്ട എന്നറിയപ്പെടുന്ന കൽപ്പാത്തി അഗ്രഹാര തെരുവുകളിൽ നിന്ന് വരെ ഷാഫിക്ക് വോട്ട് കിട്ടുന്നത്.
ആ ഒരു പ്രതിപക്ഷ മര്യാദ ഉള്ളത് കൊണ്ടാണ്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ, VT ബൽറാം തുടങ്ങിയ തലമുറയിൽപ്പെട്ട അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട നേതാക്കള് ഒരിക്കലും അത്തരത്തിലുള്ള പ്രതിപക്ഷ ബഹുമാനം കാണിക്കാറില്ല. അവർ പലപ്പോഴും തങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ ലഭിക്കുന്ന കയ്യടികൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ തങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ ലഭിക്കുന്ന ഷെയറുകൾക്ക് വേണ്ടിയിട്ടൊക്കെ വളരെ രൂക്ഷമായ രീതിയിൽ ഒരു പ്രതിപക്ഷ മര്യാദ ഇല്ലാത്ത രീതിയിലുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ട്രോളുകളൊക്കെ ഉണ്ടാക്കുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് CPM-ന്റെ നേതാക്കളെ മാത്രമല്ല, CPM-ന്റെ അണികളെ പോലും അലോസരപ്പെടുത്തുന്നുണ്ട്. CPM-ന്റെ പാലക്കാട് ജില്ലാ നേതൃത്വം കരുതുകയാണ് BJP വിജയിക്കേണ്ട, UDF വിജയിച്ചോട്ടെ, അതിനാൽ വോട്ട് നമുക്ക് UDF-ന് ചെയ്യാം എന്ന് പറഞ്ഞാൽ പോലും LDF വോട്ടുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കിട്ടില്ല. കാരണം ആ അണികൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയോട്, അയാൾ ഇടപെടുന്ന ശൈലിയോട് കടുത്ത വിയോജിപ്പുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഷാഫിയിലെ കുബുദ്ധിയെ കുറിച്ചിട്ടാണ്. ഇനി നമുക്ക് തിരിച്ച് വീണ്ടും ഷാഫിയുടെ കുബുദ്ധിയിലേക്ക് വരാം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ KK ശൈലജ LDF സ്ഥാനാർത്ഥിയായി വരുന്നു. K മുരളീധരനെ തൃശ്ശൂരിലേക്ക് മാറ്റേണ്ട സാഹചര്യം വരുന്നു. വടകരയിൽ ആര് എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് യുവജനങ്ങൾക്കെല്ലാം പ്രിയങ്കരനായ ഷാഫി പറമ്പിലിനെ സ്ഥാനാർത്ഥിയാക്കാൻ AICC നേതൃത്വം തീരുമാനിക്കുന്നതും UDF-ലെ പ്രബല കക്ഷിയായ ലീഗ് അതിനെ പച്ചക്കൊടി വീശുന്നതും. ഷാഫി പറമ്പിൽ മത്സരിച്ചു, ഷാഫി പറമ്പിൽ വിജയിച്ചു. 2024 ഷാഫിക്ക് ലോക്സഭയിൽ പോകാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. ഷാഫിയെ സംബന്ധിച്ച് ഷാഫിയുടെ പ്രവർത്തന മണ്ഡലം ആക്കാൻ ആഗ്രഹിക്കുന്നത് പാലക്കാടും അല്ലെങ്കിൽ കേരള രാഷ്ട്രീയവും തന്നെയായിരുന്നു. കാരണം 2011 തൊട്ടിട്ട് ഷാഫി പറമ്പിലെ പാലക്കാട് MLA ആണ്. ഇത്രയും സീനിയോറിറ്റി ഉള്ള, 15 കൊല്ലത്തിന് മേലെ സീനിയോറിറ്റി ഉള്ള ഒരാള് എന്തിനാണ് തനിക്ക് സ്വാഭാവികമായിട്ടും അടുത്തൊരു മിനിസ്ട്രി വരികയാണെങ്കിൽ കിട്ടിയേക്കാവുന്ന ഒരു മന്ത്രി പദം ഒഴിവാക്കിക്കൊണ്ട് പ്രതിപക്ഷത്തിരിക്കുന്ന MP ആകാൻ പോകുന്നത് എന്നൊരു തോന്നൽ ഷാഫിക്ക് ഉണ്ടായിരുന്നു. ആദ്യഘട്ടത്തിലെല്ലാം ഷാഫിയുടെ പ്രചരണത്തിൽ അത് പ്രതിഫലിച്ചിരുന്നു എന്നും പറഞ്ഞു കേട്ടിരുന്നു. ഇവിടെയാണ് നമ്മളെ നേരത്തെ പറഞ്ഞ കാര്യം കൂട്ടിവെച്ച് ആലോചിക്കേണ്ടത്. ഷാഫി പുതുമുഖ MP ആണ്. സ്വാഭാവികമായിട്ടും പ്രതിപക്ഷത്തിരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു വലിയ ചുമതലകളോ അല്ലെങ്കിൽ വലിയ കാര്യമായിട്ട് ഒന്നും അവിടെ ചെയ്യാൻ കഴിഞ്ഞോളണമെന്നില്ല. പാർലമെന്റിൽ വേണ്ടത്ര പെർഫോം ചെയ്യാൻ പോലും പറ്റിക്കൊള്ളണമെന്നില്ല. പുതുമുഖ MP ആണ്. അദ്ദേഹത്തിനേക്കാൾ പരിചയസമ്പന്നരായ കഴിവുള്ള ഒരുപാട് പേരുണ്ട്, മുതിർന്ന ആളുകളുണ്ട്. അവർക്ക് ശേഷമായിരിക്കും ഷാഫിക്ക് ഒരു സാധ്യത വരുള്ളൂ. 2 കൊല്ലം കേരള രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുന്നതോട് കൂടിയിട്ട് തനിക്ക് സ്വാഭാവികമായിട്ട് അടുത്ത മിനിസ്ട്രിയിൽ വന്നേക്കാവുന്ന ഒരു മന്ത്രി പദമാണ് ഷാഫി വേണ്ടാന്ന് വെക്കുന്നത്. അപ്പോൾ അവിടെയാണ് ഷാഫി പറഞ്ഞ കുബുദ്ധി പ്രവർത്തിപ്പിക്കുന്നത്. 2024 പാലക്കാട് നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ തോൽവി ഏറെക്കുറെ സുനിശ്ചിതമാണ്. അങ്ങനെ തോറ്റു കഴിഞ്ഞാൽ, അങ്ങനെ തോൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ വിജയിക്കാൻ സാധ്യതയുള്ളത് BJP ആണ്. സ്വാഭാവികമായിട്ടും 2026 പാലക്കാട് മണ്ഡലം തിരിച്ചു പിടിക്കേണ്ടത് ഒരു അനിവാര്യതയായി മാറും. ആ തിരിച്ചു പിടിക്കാൻ ഒരു കരുത്തനായ സ്ഥാനാർത്ഥി വേണം എന്നൊരു തോന്നലുണ്ടാവും. ആ സ്ഥാനാർത്ഥിയായിട്ട് ഷാഫി വരികയാണെന്ന് കരുതുക. ഷാഫിക്ക് പാലക്കാട് കൃത്യമായ ബന്ധങ്ങളുണ്ട്. ഷാഫി മത്സരിച്ചാൽ വിജയിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ബന്ധങ്ങൾ എല്ലാ പാർട്ടിയിലും ഷാഫിക്കുണ്ട്, പൊതുജനങ്ങളുമായിട്ട് ഷാഫിക്കുണ്ട്, അവിടുത്തെ സമസ്ത മേഖലയിൽപ്പെട്ട ആളുകളായിട്ടും ഉണ്ട്. അപ്പൊ 2026 ഒരു കരുത്തിനെ തേടുമ്പോൾ ആ കരുത്തനായിട്ട് ഷാഫി വന്ന് അവിടെ വിജയിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് 2026 ഒരു UDF മിനിസ്ട്രി, UDF നേതൃത്വത്തിലുള്ള മന്ത്രിസഭയാണ് വരുന്നതെങ്കിൽ തനിക്ക് അവിടെ മന്ത്രിപദം കിട്ടും. സീറ്റ് പിടിച്ചെടുത്താണ് താൻ വരുന്നത് എന്നൊരു പ്രതീതി കൂടി ഉണ്ടായി കഴിഞ്ഞാൽ അത് തന്റെ രാഷ്ട്രീയ ഭാവിക്ക് നല്ല മൈലേജ് ആണ് എന്ന് ഷാഫി പറമ്പിലിന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഷാഫി പറമ്പിലെ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ തന്റെ പിൻഗാമിയായി വരട്ടെ എന്ന് വാശി പിടിക്കുന്നത്. രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം ഒരിക്കലും ഒരു CPM-ന്റെ വോട്ട് കിട്ടുന്നതിൽ മാത്രം അവസാനിക്കുന്നതല്ല. അവിടുത്തെ DCC നേതൃത്വത്തിന് രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ അശേഷം താല്പര്യമില്ല. വടകരയിലെ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലെ പാലക്കാട് എത്തിയിട്ട് ചെറിയ രീതിയിൽ ചില ലോബിയിങ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഞാനായിരിക്കും ചിലപ്പോൾ സ്ഥാനാർത്ഥി, വിജയിച്ചു കഴിഞ്ഞാൽ ഷാഫി മാറിക്കഴിഞ്ഞാൽ അപ്പോൾ വേണ്ട രീതിയിൽ സഹകരിക്കണം എന്ന രീതിയിൽ. അതിനെ തുടർന്ന് DCC-യിൽ ചെറിയ പൊട്ടിത്തെറികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആരും ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ആരും ഇവിടെ വന്നിട്ട് ചില ഇടപെടലുകളും നടത്തണ്ട, ഇവിടെ മത്സരിക്കാൻ ആളുകൾക്ക് ക്ഷാമമൊന്നും ഇല്ല എന്ന് കൃത്യമായി DCC നേതൃത്വം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥിയായിട്ട് വന്നു കഴിഞ്ഞാൽ DCC-യിൽ നിന്നുള്ള പിന്തുണ ഉറപ്പാക്കാൻ രാഹുലിന് എത്രത്തോളം കഴിയും എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം. ഷാഫിയെ 2021 രക്ഷിച്ച CPM വോട്ടുകൾ കിട്ടുമോ എന്ന കാര്യവും സംശയമാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി.